നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഭരണം മാറി, പക്ഷേ മുഖ്യമന്ത്രിയെ ഇതുവരെ തിരഞ്ഞെടുത്തിട്ടില്ല. എന്നിരുന്നാൽ പോലും ഭരണശിലാ കേന്ദ്രങ്ങളിൽ അടിമുടി മാറ്റം ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. പ്രധാനമായും ആഭ്യന്തരമന്ത്രി ആരു വന്നാലും ഒരു അഴിച്ചുപണി ഉണ്ടാകുമെന്ന് വ്യക്തമാവുകയാണ്. പിണറായി വിജയന്റെയും പിണറായിയുടെ സ്നേഹിതരുടെയും ശത്രുക്കളായ മികച്ച പോലീസ് ഉദ്യോഗസ്ഥരെ അങ്ങ് അടുക്കളപ്പണിക്ക് തള്ളിവിട്ടതൊക്കെ തന്നെ പുറത്ത് കൊണ്ടുവരും. ഈ പോലീസ് തല പ്രവർത്തിക്കുകയും അടുക്കളപ്പണിക്കായി നിയമിച്ചവരെ അഴിക്കുള്ളിൽ കയറ്റുകയും ഒക്കെ ചെയ്യുന്ന ഒരു രംഗം നമുക്കിനി വരും ദിവസങ്ങൾ കാണാൻ സാധിക്കുമെന്നാണ് അശോക് അദ്ദേഹം പറയുന്നത്. ഭരണമാറ്റത്തിന് പിന്നാലെ തന്നെ IAS IPS തലത്തിലെ മാറ്റത്തിലും സജീവ ചർച്ച തുടരുകയാണ്. പിണറായി വിജയൻ സർക്കാരിൽ പ്രധാന പദവിയിലിരുന്ന പല മുതിർന്ന ഉദ്യോഗസ്ഥർക്കും സ്ഥാനചലനം ഉണ്ടാകും എന്ന് ഉറപ്പാണ്. യോഗേഷ് ഗുപ്തയാണ് അതിലെടുത്തു പറയേണ്ടത്. യോഗേഷ് ഗുപ്തയെ വീണ്ടും വിജിലൻസ് ഡയറക്ടറാക്കാനുള്ള നീക്കം ഉണ്ടാകും. മുഖ്യനാരായാലും പൊതുഭരണത്തിലും അഴിച്ചുപണി ഉറപ്പ്. അടുത്ത മാസം 30-ന് ചീഫ് സെക്രട്ടറി ജയതിലക വിരമിക്കാനും ഇരിക്കുകയാണ്. സീനിയർ ആഭ്യന്തര സെക്രട്ടറി വിശ്വനാഥ് സിൻഹയാണ്. സിൻഹയോട് UDFന് വലിയ താല്പര്യവുമില്ല. സിൻഹയുടെ അതേ ബാച്ചിൽപ്പെട്ട സജീവ് കൗശിക് കേന്ദ്ര ഡെപ്യൂട്ടേഷൻ കഴിഞ്ഞ് എത്തിയിട്ടുമുണ്ട്. കേന്ദ്ര ഡെപ്യൂട്ടേഷനിൽ നിന്ന് തിരികെ എത്തിച്ച മനോജ് ജോഷിയെ ചീഫ് സെക്രട്ടറി ആക്കാനും ആലോചനയുണ്ട്. സിൻഹയ്ക്ക് ആഭ്യന്തരം നഷ്ടപ്പെടാനും സാധ്യതയുണ്ട്. KM എബ്രഹാമിനെതിരായ അനധികൃത സ്വത്ത് സമ്പാദന കേസുമായി ബന്ധപ്പെട്ടുള്ള ഫയലുകൾ മുഖ്യമന്ത്രിയുടെ അനുമതിയില്ലാതെ CBIക്ക് കൈമാറിയതിന് വിജിലൻസ് ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് മാറ്റിയ യോഗേഷ് ഗുപ്തയെ തിരികെ കൊണ്ടുവരണമെന്ന് തന്നെയാണ് ചില ഉദ്യോഗസ്ഥരുടെ പ്രധാന താല്പര്യം. മാത്രമല്ല, ഗുപ്തയെ പോലെയുള്ള കഴിവുറ്റ മികച്ച ബ്രില്യൻ്റ് ആയിട്ടുള്ള ഇത്തരം പോലീസ് ഉദ്യോഗസ്ഥരെ വെറും ഒരു റോഡ് ആൻഡ് സേഫ്റ്റി ഓഫീസിലേക്ക് ചുരുക്കാനുള്ളതല്ല, മറിച്ച് അദ്ദേഹത്തെ കൊണ്ടുവന്ന് അദ്ദേഹത്തിന്റെ കഴിവ് തെളിയിക്കുക എന്നുള്ളതാണ്. ഇനി 4 വർഷം കൂടി ബാക്കിയുണ്ട് എന്നുണ്ട്. അതായത് ഇവിടെ നമ്മൾ എടുത്തു പറഞ്ഞതാണ്, എബ്രഹാമുമായി ബന്ധപ്പെട്ടുള്ള ഈ ഒരു കേസിന്റെ നീക്കം എന്ന് പറയുന്നത് കോടതിയാണ് വിധി വന്നത്. കോടതിയുടെ വിധി അനുസരിച്ചു എന്നുള്ള കുറ്റമാണ് യോഗേഷിനെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അന്ന് ചുമത്തിയത് എന്നുകൂടി നമ്മൾ ശ്രദ്ധിക്കുക. ഇത് വളരെ വ്യക്തമായും IAS ഉദ്യോഗസ്ഥൻ കൂടിയായ അശോക് അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കുമ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയമില്ല. അദ്ദേഹം പറയുന്നത് നാളെ ഭാവിയിൽ അച്ചട്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഒന്ന് കേൾക്കാം. ഞാനൊരു എക്സാമ്പിൾ മാത്രം പറയാം. എബ്രഹാമിന്റെ സ്വാധീനത്തെക്കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ കേരള സംസ്ഥാനത്തെ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഏറ്റവും അപ്രൈറ്റ് ആയിട്ടുള്ള പോലീസ് ഓഫീസറാണ് ശ്രീ യോഗേഷ് ഗുപ്ത. അതെ, അദ്ദേഹം സംസ്ഥാന വിജിലൻസിൻ്റെ ഡയറക്ടറായിരുന്നു. 2025 ജനുവരി തൊട്ട് അകാരണമായിട്ട് സർക്കാർ അദ്ദേഹത്തെ വേട്ടയാടാൻ തുടങ്ങി. ഇത് കേട്ടപ്പോൾ ഞങ്ങളൊക്കെ ഞെട്ടിപ്പോയി. കാരണം അദ്ദേഹം ബഹളം വെക്കുന്ന ആളുമല്ല. അദ്ദേഹം ആരോടും വഴക്കിന് പോകുന്ന ആളല്ല. ഞാൻ വേണേൽ പിന്നും പറയുമെന്ന് വിചാരിക്കും. അറ്റ്ലീസ്റ്റ് അദ്ദേഹം ഏതെങ്കിലും മാധ്യമത്തിൽ വന്നിട്ടില്ല. അദ്ദേഹത്തെ ചെയ്തത് എന്തൊക്കെയാണെന്നറിയാമോ? എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ കുറ്റം? KM എബ്രഹാമിൻ്റെ അനധികൃത സ്വത്ത് വിവരം അന്വേഷിക്കണമെന്ന് ജോമോൻ പുത്തമ്പരകൽ കൊണ്ടുകൊടുത്ത ഒരു വിജിലൻസ് കോടതിയിലെ മാറ്ററിനകത്ത് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ജഡ്ജ് ശ്രീ K ബാബു ഉത്തരവിട്ടു. അത് 10-60 പേജുള്ള വിശദമായ ഒരു വിധിയാണ്. എന്തുകൊണ്ട് അന്വേഷിക്കണം? എബ്രഹാമിൻ്റെ തന്നെ സ്വത്ത് വിവരം സർക്കാരിൽ ഫയൽ ചെയ്തതിൽ അദ്ദേഹത്തിന് വന്ന പിഴവുകളെ അടിസ്ഥാനമാക്കിയും അദ്ദേഹം കേസ് പ്രോപ്പറായിട്ട് ഡിഫെൻഡ് ചെയ്യാത്തതുകൊണ്ടും റീസണബിൾ ഡൗട്ട് ഉണ്ടായി എബ്രഹാമിൻ്റെ കയ്യിൽ അനധികൃത സമ്പാദ്യം ഉണ്ട് എന്നുള്ളത്. അത് അന്വേഷിക്കാനായിട്ട് CBIക്ക് കമ്മിറ്റ് ചെയ്തിട്ട് CBIയുടെ FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കാൻ ആവശ്യമായ രേഖകൾ ഒരാഴ്ചയ്ക്കുള്ളിൽ ഡയറക്ടർ വിജിലൻസ് CBIക്ക് കൈമാറാൻ പറഞ്ഞു. വിധി കിട്ടിയ ഉടനെ യോഗേഷ് ഗുപ്ത ആ വിധി അനുസരിച്ചു. നാട്ടിലെ ഹൈക്കോടതിയുടെ വിധിയാണ്, അതിൻ്റെ അപ്പീൽ സുപ്രീം കോടതിയിലേ ഉള്ളൂ. അപ്പോൾ എബ്രഹാം ഒരു സ്റ്റേക്ക് ശ്രമിച്ചു. സ്റ്റേ 2 ആഴ്ച കഴിഞ്ഞപ്പോൾ വന്നു. അതിന് കാത്തു നിൽക്കാതെ സുപ്രീം കോടതിയിൽ അപ്പീൽ പോകുന്നതിനുള്ള സമയം നൽകാതെ യോഗേഷ് ഗുപ്ത കോടതി പറഞ്ഞതുപോലെ 8-ാം ദിവസമോ 9-ാം ദിവസമോ ഈ കേസിൻ്റെ രേഖകൾ CBIക്ക് കൈമാറി. നാട്ടിലെ കോടതിയുടെ വിധി അനുസരിച്ചതിന് ആ ഉദ്യോഗസ്ഥന് നേരിടേണ്ടി വരുന്ന കഷ്ടതകൾ എന്തൊക്കെയാണെന്നറിയാമോ? അദ്ദേഹത്തെ ഉടനെ വിജിലൻസ് ഡയറക്ടർ സ്ഥാനത്ത് നിന്നെടുത്ത് റോഡ് സേഫ്റ്റി കമ്മീഷണറായിട്ട് മാറ്റി. ഈ റോഡ് സേഫ്റ്റി കമ്മീഷണറായിട്ട് ആ ചാർജ് ഞാൻ വഹിച്ചിട്ടുള്ളതാണ്. 14 ജീവനക്കാരും ഒരു ഫണ്ട് അഡ്മിനിസ്റ്റർ ചെയ്യാനുമായിട്ട് ആ KTDFC ടവേഴ്സിനകത്തുള്ള ഒരു ഒറ്റമുറി ഓഫീസിലേക്ക് അദ്ദേഹത്തെ മാറ്റിവെച്ചു. അപ്പോൾ മിടുക്കനായ പോലീസ് ഓഫീസർ ആയതുകൊണ്ട് CBIയിലും EDയിലും എല്ലാം വർക്ക് ചെയ്തിരുന്നതുകൊണ്ട് ശ്രീ യോഗേഷ് ഗുപ്തയ്ക്ക് ഈ സെൻട്രൽ പോലീസ് ഓർഗനൈസേഷൻസിൻ്റെ ഡയറക്ടർ ജനറലായിട്ട് DGP, അപ്പോൾ ഇവിടുത്തെ സ്റ്റേറ്റ് DGPമാരെക്കാൾ കുറവാണ് അവർ. 7-8 ഓർഗനൈസേഷനുള്ളൂ. CBI, ED, IPS ഓഫീസേഴ്സിന് എലിജിബിലിറ്റി ഉള്ള സെൻട്രൽ ഓർഗനൈസേഷൻസിലെ DG ആയിട്ട് നിയമിക്കപ്പെടാനായിട്ട് അതിന് പാനൽ ഉണ്ടാക്കുന്ന ഒരു പ്രോസസ്സുണ്ട്. അപ്പോൾ ഫ്രീ ഫ്രം കറപ്ഷൻ ചാർജ് ഒന്നും ഉണ്ടാവരുത്. കേന്ദ്ര ഗവൺമെൻറ് 4 മാസം എഴുതി ചോദിച്ചിട്ടും ഇക്കാര്യം കൊണ്ട് യോഗേഷ് ഗുപ്തയുടെ NOC വിജിലൻസ് സ്റ്റാറ്റസ് റിപ്പോർട്ട് കേരള ചീഫ് സെക്രട്ടറി അയച്ചു കൊടുത്തില്ല.
അവർ സെൻട്രൽ ഹോം മിനിസ്ട്രി പലവട്ടം ആവശ്യപ്പെട്ടു, നിങ്ങൾ അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റിലെ സർവീസിൻ്റെ വിജിലൻസ് സ്റ്റാറ്റസ് അയക്കുമോ, അയാൾക്കെതിരെ എന്തെങ്കിലും വിജിലൻസ് കേസ് ഉണ്ടോ ഇല്ലയോ, ഈസ് ഈ ക്ലിയർ ഫ്രം വിജിലൻസ് ആംഗിൾ എന്നാണ് പറയുക. അയച്ചു കൊടുത്തില്ല. അങ്ങനെ ബുദ്ധിമുട്ടിയപ്പോൾ യോഗേഷ് ഗുപ്ത CAT-യിൽ കേസ് കൊടുത്തു. CAT-യുടെ വിധി വന്നു. CAT-യിൽ ഗവൺമെൻറ് പറഞ്ഞു ഞങ്ങൾ ഇദ്ദേഹത്തിനെതിരെ ചില രഹസ്യ അന്വേഷണങ്ങൾ നടത്തുന്നു. എന്താണ് ഒരു വിജിലൻസ് ഡയറക്ടർക്കെതിരെ രഹസ്യ അന്വേഷണം? അനുമതിയില്ലാതെ ചില അന്വേഷണങ്ങൾ അയാൾ നടത്തിയോ എന്ന് ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. എന്നിട്ട് അത്തരം ഒരു രേഖയുണ്ടാക്കി. എല്ലാ എബ്രഹാം ഓഫീസിൽ ഇരുന്നുണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ്. എനിക്കെതിരെ ഉള്ള പേപ്പർ നീ CBIക്ക് കൊടുത്ത പഠിപ്പിക്കപ്പെടാ നിന്നെ എന്ന് പറഞ്ഞിട്ട് ഇയാൾ എന്ത് ചെയ്യുന്നറിയാമോ, ഒരു രഹസ്യ അന്വേഷണം ഗവൺമെൻറ്റിൽ നടക്കുന്നത് വ്യാജരേഖ ഉണ്ടാക്കിയിട്ട് ചീഫ് സെക്രട്ടറി ജയതിലകനെ കൊണ്ട് ആ സർട്ടിഫിക്കറ്റ് അയച്ചു കൊടുത്തു. പിന്നെ CAT പറഞ്ഞു ഒരാഴ്ചയ്ക്കുള്ളിൽ നിങ്ങൾ വിജിലൻസ് സ്റ്റാറ്റസ് അയക്കൂ. അപ്പോൾ ഇതിനകത്ത് ഞങ്ങൾ പ്രൈവറ്റ് കോൺഫിഡൻഷ്യൽ എൻക്വയറി നടത്തുന്നുണ്ടെന്ന് രേഖപ്പെടുത്തിയതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ DGP എംപാനൽമെൻറ്റ് ഹോൾഡിലിട്ടു. പക്ഷേ യോഗേഷ് ഗുപ്ത മിടുക്കനായതുകൊണ്ട് ഇങ്ങനെ ഒരു പ്രൈവറ്റ് എൻക്വയറി ഇല്ലെന്ന് വിജിലൻസിൻ്റെ രേഖകളും എല്ലാ കാര്യങ്ങളും എടുത്തുകൊണ്ട് യോഗേഷ് ഗുപ്ത സെൻട്രൽ ഹോം മിനിസ്ട്രിയിൽ പോയി, പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസിൽ എല്ലായിടത്തും അദ്ദേഹം പോയി റെപ്രസെൻറ്റേഷൻ കൊടുത്ത് വളരെ കഷ്ടപ്പെട്ട് അദ്ദേഹം തെളിയിച്ചു എനിക്കെതിരെ ഇങ്ങനെ ലീഗലായ അന്വേഷണം ഇല്ല, ഞാൻ തെറ്റി. അങ്ങനെ അദ്ദേഹത്തിനെ പിന്നെ പാനൽ ചെയ്തു 3 മാസത്തിന് ശേഷം. എത്ര നിന്ദ്യമായ പ്രവൃത്തിയാണെന്ന് നിങ്ങൾ ആലോചിക്കണം. 30 വർഷം യൂണിഫോം ഇട്ട് ASP ആയിട്ട് തുടങ്ങി DGP, സ്റ്റേറ്റിൽ DGP ആയി, DGP വരെ ഉയർന്ന സമർത്ഥനായിട്ടുള്ള ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആയിട്ടുള്ള ഒറ്റ കാര്യം മാത്രം ഓർത്താൽ മതി. യോഗേഷ് ഗുപ്ത ബെവറേജസ് കോർപ്പറേഷനിൽ ഇരിക്കുമ്പോഴാണ് ബെവറേജസ് കോർപ്പറേഷനിൽ എനിക്ക് തോന്നുന്നത് 200 ചില്ലുവാനും കോടിയുടെ ഒരു ടാക്സ് കേസ് ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആയിട്ടുള്ള യോഗേഷ് ഗുപ്ത ഒറ്റയ്ക്ക് പോയി വാദിച്ച് ആ ടാക്സ്, ഇൻകം ടാക്സിൻ്റെ ആ പ്രൊവിഷനിങ്, കോർപ്പറേറ്റ് ടാക്സ് ഓർ സംതിങ്, സെൻട്രൽ CBDTയിൽ നിന്ന് അനുകൂലമായ ഉത്തരവ് നേടി ഈ ബെവറേജസ് കോർപ്പറേഷന് 250 crores നേട്ടം ഉണ്ടാക്കി കൊടുത്ത മനുഷ്യനാണ്. അയാളുടെ പേഴ്സണൽ സ്കില്ല് വെച്ചുകൊണ്ട് അതിന് മുമ്പിരുന്ന പല MD-മാരെ കൊണ്ടൊക്കാത്ത കാര്യമാണ്. സ്റ്റേറ്റിന് അത്രയും നേട്ടം ഉണ്ടാക്കിയ ഒരു ഓഫീസറെ ഇത്ര പ്രജുഡീഷ്യലായിട്ട് അയാളൊരു ഫയൽ കോടതി പറഞ്ഞതനുസരിച്ച് CBIക്ക് ഹാൻഡ് ഓവർ ചെയ്തു പോയി. അതിന് എബ്രഹാം പറഞ്ഞുണ്ടാക്കിയ നുണ എന്തെന്നറിയാമോ? എൻ്റെ അനധികൃത സ്വത്തിനെക്കുറിച്ച് അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞാൽ അത് CM-ൻ്റെ അനധികൃത സ്വത്തിലെത്തുമെന്ന് അയാൾ പറഞ്ഞു നടന്നതാണ്. അതുകൊണ്ട് ഞാൻ സുപ്രീം കോടതി പോകണം, അല്ലാതെ എനിക്കൊന്നും ഒളിക്കാനില്ല, എന്നെ പിടിക്കുന്നത് സാറിനെ പിടിക്കാൻ വേണ്ടേ. അപ്പോൾ സാറങ്ങ് പേടിച്ചു പോയല്ലോ. ഏറ്റവും തമാശ എന്തെന്നറിയോ? എബ്രഹാമിൻ്റെ അനധികൃത സ്വത്തിനെക്കുറിച്ചുള്ള അന്വേഷണം ഉത്തരവ് ഉമ്മൻചാണ്ടിയുടെ കാലത്തെക്കുറിച്ചുള്ളതാണ്. ആ സമയത്തെ ആർജിത സ്വത്തിനെ പറ്റിയാണ് അന്വേഷണം. പക്ഷേ ഇതാർക്കും മനസ്സിലായില്ല, തമ്പുരാനും മനസ്സിലായില്ല. തമ്പുരാനും കൂടിയിട്ട് യോഗേഷ് ഗുപ്തയുടെ കഴുത്തിന് പിടിച്ചിരിക്കുക. പക്ഷേ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഞാനിത് ഈ ചെയ്തു കൂട്ടിയ ആളുകളുടെ അറിവിന് വേണ്ടി പറയുകയാണ്. വ്യാജമായ ഒരു രേഖയുണ്ടാക്കി സബോർഡിനേറ്റായ ഒരു ഉദ്യോഗസ്ഥൻ്റെ കരിയർ തകർക്കുന്നത് IPC BNS അനുസരിച്ചൊരു കുറ്റകൃത്യമാണ്. നാളെ എനിക്കുറപ്പുണ്ട് യോഗേഷ് ഗുപ്തക്ക് ഇനി 4 വർഷം സെൻട്രൽ DGP ആയിട്ടുണ്ട്. 4 വർഷമുണ്ട്. 4 വർഷം. അദ്ദേഹത്തിന് സെൻറ്റർ എടുക്കുമോ ഇവിടെ അദ്ദേഹം റീഇൻസ്റ്റേറ്റഡ് ആവുമെന്നൊന്നും എനിക്കറിയില്ല. പഴയ യോഗേഷ് ഗുപ്തയുടെ കൊക്കിൽ ജീവനുണ്ടെങ്കിൽ മിനിമം 2 IAS-കാരെ അഴി പിടിച്ച് സെൻട്രൽ ജയിലിൽ നിൽക്കുന്നത് ഞാനും കാണേണ്ടി വരും. ഈ വ്യാജരേഖ ഉണ്ടാക്കിയത് ചെറിയ കാര്യമാണോ? ഒരു പോലീസ് DGP-യുടെ സർവീസ് രേഖ, അയാൾക്കെതിരെ ഒരു വിജിലൻസ് മാറ്ററും ഇല്ല. എന്നുവെച്ചാൽ കേരളത്തിൽ എങ്ങും ഒരു വിജിലൻസ് FIR ഇല്ല, ആഭ്യന്തര അന്വേഷണം ഇല്ല. ഇപ്പം എനിക്കെതിരെ ഇപ്പം മീഡിയയോട് സംസാരിച്ചതിന് ഒരു ആഭ്യന്തര അന്വേഷണം ഉണ്ടെന്ന് വേണേൽ പറയാം, പ്രസിദ്ധീകരണത്തിന് ആഭ്യന്തര അന്വേഷണം ഉണ്ടെന്ന് പറയാം. എനിക്കെതിരെ അനധികൃത സ്വത്ത് സമ്പാദിച്ചെന്ന് ആരോപണം പോലും ഇല്ല. അപ്പോൾ അനധികൃത സ്വത്ത് സമ്പാദിച്ചതായിട്ട് ഹൈക്കോടതി റീസണബിളായിട്ടുള്ള അന്വേഷണം വേണമെന്ന് കണ്ടെത്തിയ ഒരു വ്യക്തി തൻ്റെ അധികാരം ദുരുപയോഗം ചെയ്തുകൊണ്ട് അതിൻ്റെ അനുബന്ധ ഉത്തരവ് അനുസരിച്ച് കോടതി ഉത്തരവ് ജസ്റ്റിസ് K. ബാബു കേരള ഹൈക്കോടതിക്ക് വേണ്ടി ഇഷ്യൂ ചെയ്ത ഉത്തരവ് അനുസരിച്ച് ഫയൽ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്ത ഒരു പോലീസ് ഓഫീസറിൻ്റെ കരിയർ തകർക്കുമെന്ന് വെല്ലുവിളിച്ചിരിക്കുകയാണ്. ഇവനെയൊക്കെ ജയിലിലല്ലെങ്കിൽ പിന്നെ എവിടെ ഇടേണ്ടത്? ഐ ആം ഷുവർ യോഗേഷ് ഗുപ്ത നാളെ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ, ഐ ആം ഷുവർ നോയിങ് ഹിം ദാറ്റ് ഹി ഈസ് എ വെരി ക്ലെവർ ചാർട്ടേഡ് അക്കൗണ്ടന്റ്. യോഗേഷ് ഗുപ്ത നീങ്ങിക്കഴിഞ്ഞാൽ കേരളത്തിലെ 2-3 IAS ഓഫീസർമാർ സെൻട്രൽ ജയിലിൽ നിൽക്കും. കുറച്ചുകാലമായി ക്രമസമാധാനത്തിന്റെയും ക്രൈംബ്രാഞ്ചിന്റെയും ചുമതല ADGP H. വെങ്കടേഷിനാണ് ഉള്ളത്. അതേതായാലും മാറാനും സാധ്യത നിലവിലുണ്ട്. ഇന്റലിജൻസിൽ നിന്ന് P. വിജയൻ ക്രമസമാധാന ചുമതലയിലേക്ക് എത്താനും സാധ്യതയുണ്ട് എന്ന റിപ്പോർട്ടുകൾ നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല. ഇന്റലിജൻസിലേക്ക് ADGP ദിനേന്ദ്ര കശ്യപ് എത്തിയേക്കും. പോലീസ് ആസ്ഥാനം ADGP-യായി ഗുഗലത് ലക്ഷ്മണനെ കൊണ്ടുവരാനും നീക്കമുണ്ട്. 2 മാസം മുമ്പ് ചേർന്ന കമ്മിറ്റി യോഗം MR അജിത് കുമാറിന്റെ സ്ഥാനക്കയറ്റം പരിഗണിച്ചില്ല. വിജിലൻസ് കേസായിരുന്നു പ്രധാന കാരണം. ഇനി ചേർന്ന സ്ക്രീനിംഗ് കമ്മിറ്റി അജിത് കുമാറിനെ പരിഗണിക്കുമോ, സ്ഥാനക്കയറ്റം നൽകുകയാണെങ്കിൽ എന്ത് തസ്തികയിൽ നിയമിക്കും എന്നത് ശ്രദ്ധേയമാകും. എല്ലാ ജില്ലാ പോലീസ് മേധാവിമാരും മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഈ ഒരു അഴിച്ചുപണി കേരളത്തിൽ കൂടിയേ തീരുവെന്ന അവസ്ഥയാണ്. ഇടയ്ക്കൊക്കെ നമുക്കറിയാം ക്രമസമാധാന ചുമതല നമ്മുടെ ഈ നാട്ടിൽ ക്രമസമാധാനം തീരെ ഇല്ലാത്തൊരു ഗതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്ന ഒരു ഘട്ടമുണ്ടായിരുന്നു. തീർച്ചയായും പുതിയ ഒരു ഭരണം വരുമ്പോൾ
എല്ലായിടത്തും ഭരണമാറ്റം ഉണ്ടാകുന്നത് നല്ലത് തന്നെയാണ്. നല്ലത് സംഭവിക്കട്ടെ, നല്ലത് നടക്കട്ടെ. പക്ഷെ ഇതൊക്കെ ചെയ്യണമെങ്കിൽ മുഖ്യമന്ത്രി വേണമെന്ന കാര്യവും കൂടി നമുക്ക് എടുത്തു പറയേണ്ടതുണ്ട്.